മാത്രം കൊണ്ടല്ല. അദ്ദേഹം പ്രാർത്ഥിച്ച് പുറപ്പെട്ട പള്ളിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടില് 1495 ആ പള്ളി ഇന്നുമുണ്ട്. പക്ഷെ അദ്ദേഹം ഭാഗ്യവശാൽ അമേരിക്കയിലാണ് വന്നത്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യ എത്രമാത്രം പ്രശസ്തമായിരുന്നു. എന്തിനേറെ 14-ാം നൂറ്റാണ്ട് വേണ്ട BC 1000 കാലങ്ങളില് സോളമന്റെ കാലത്ത് പോലും നമ്മുടെ ഇന്ത്യയുമായിട്ട് വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അറ്റ്ലാന്റിക് എന്നൊക്കെ പറയുന്നത് എന്തുവാണ്, ബ്ലാക്ക് സീ ആണ് എന്നായിരുന്നു ആൾക്കാരുടെ ഇന്ത്യ. അതാരും ക്രോസ് ചെയ്തിട്ടില്ല, അതാരും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിൽ വന്നിട്ടില്ല കൊളംബസിന്റെ പോലും. അദ്ദേഹം ഈ അമേരിക്കയിൽ അന്നല്ലാതെ ഇന്ത്യയിലേക്ക് പോയി. ഈ പ്രപ്പോസൽ ആദ്യത്തെ രാജാവ് അവഗണിച്ചെങ്കിലും സ്പെയിനിൽ രാജാവ് കുരുമുളകിനോടുള്ള കൊതി കൊണ്ടും സ്വർണത്തോടുള്ള ആർത്തി കൊണ്ടും കൊളംബസിനെ അനുവദിച്ചു. 3 കപ്പലുകളിലായിട്ട് അവർ യാത്ര ചെയ്തു. പക്ഷെ കുറെ കൊണ്ട് യാത്ര ചെയ്തപ്പോൾ കൊളംബസിനെ തന്നെ തട്ടിക്കളയുവാൻ കൂടെ ഉണ്ടായിരുന്നവർ ആഗ്രഹിച്ചു. കാരണം ഇതൊരു ഭ്രാന്തൻ പരിപാടിയാണ്, ഇത് ജീവൻ നഷ്ടപ്പെടുമെന്ന് തീരുമാനിച്ചു. കൊളംബസ് ഒരു കണ്ടീഷൻ വെച്ചൊരു 3 ദിവസം കൂടെ അങ്ങനെ അദ്ദേഹം ഈ അമേരിക്കയുടെ മണ്ണിലെത്തി. അന്ന് ആദ്യം അദ്ദേഹം ഇവിടെ അതിന് നന്ദി പറഞ്ഞു. താൻ കണ്ടെത്തിയ സ്ഥലത്തിന് വിശുദ്ധ രക്ഷകൻ എന്നുള്ള പേരായിട്ടുള്ളത്. പക്ഷേ അന്ന് ഇവിടെയുള്ള റെഡ് ഇന്ത്യൻസ് അമ്പുമിലുമായിട്ട് തന്നെ കൊല്ലാൻ വന്നില്ല. തന്നെ ദൈവമാണെന്ന് കരുതി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 2-3 പ്രാവശ്യം അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തു. പക്ഷേ സ്വർണമൊന്നും കിട്ടിയില്ല. അപ്പോൾ എത്രമാത്രം ഈ ചുരുങ്ങിയ കാലയളവ്, അതിനു മുൻപ് എത്രമാത്രം സംസ്കാര സമ്പന്നമായിരുന്നു ഇന്ത്യ, അല്ലെങ്കിൽ എത്രമാത്രം ആഴമേറിയ ചിന്തകളാണ് ബൈബിളിലുണ്ട് ഉള്ളത് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ദുരഭിമാനത്തിലേക്ക് നമ്മൾ പോയി. ഒരു ചിന്ത കൂടി ഈ വിഷയം വിട്ട് ഞാൻ പറയട്ടെ. 2ാമത്തെ കുടിയേറ്റം അമേരിക്കയിൽ നടക്കുന്നത് ജെയിംസ് 1 കാലത്താണ്, ഇംഗ്ലണ്ടിൽ. അന്നൊരു കോളനി തന്നെ അവരാഗ്രഹിച്ചു, വെർജീനിയയിൽ ജെയിംസ് കോളനി ഇവിടെ ഉണ്ടാക്കി. അങ്ങനെ വന്നവരിവിടെ പ്രാർത്ഥിച്ചു എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ കൊതുകടി കൊണ്ട് ഒത്തിരി പേര് ഇവിടെ മരിച്ചുപോയി, പട്ടിണി കൊണ്ടും ഒത്തിരി പേര് ഇവിടെ മരിച്ചുപോയി, അമേരിക്കയിൽ മരിച്ചുപോയി. എന്നാൽ 3ാമത്തെ കുടിയേറ്റമാണ് അമേരിക്കയ്ക്ക് നവോത്ഥാനം ഉണ്ടാക്കിയത്. അത് കൊയ്ക്കേഴ്സുകാരുടെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കുലുങ്ങി ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അവർക്കെതിരായി ഭയങ്കര ശക്തമായ പീഡകൾ ഉണ്ടായി. ഒന്നെങ്കിൽ പ്രോട്ടസ്റ്റന്റ് അല്ലെങ്കിൽ കത്തോലിക്ക. ഇവരിൽ ഏത് രാജാവ് ഭരിക്കുമോ അവരുടെ മതം സ്വീകരിക്കണമെന്നുള്ള കർശനമായ നിയമം ഉണ്ടായിരുന്നത് കൊണ്ട് എവിടെങ്കിലും ആരാധിക്കാനായിട്ട് വന്നവരായിരുന്നു. അവര് ഫിലദൽഫിയയിലേക്ക് കടന്നു വന്നു. അതും വളരെ രസകരമാണ്. ഇംഗ്ലണ്ടിലെ രാജാവ് ഒരാൾക്ക് കൊടുക്കാൻ കാശുണ്ടായിരുന്നു, കൊടുക്കാൻ മടിച്ചിട്ട് മകൻ തന്ത്രപരമായിട്ട് ആ കാശ് കിട്ടാൻ വേണ്ടി ഇന്നത്തെ ഫിലദൽഫിയ മേടിച്ച് വന്നതാണ്. അവിടെ അവർ പള്ളികൾ പണിതു. അവർ പ്രീമത്തിന്റെ മേഖലകളിലേക്ക് വന്നു. അവരിവിടെ ആരാധിച്ചു, ദൈവത്തെ ആരാധിക്കാനായി തുടങ്ങി. ഈ രാജ്യം പുരോഗമിക്കാനായി തുടങ്ങി. ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ എഴുത്തും വായന തിരുവല്ലായിലും കോഴഞ്ചേരിയിലും എൻ്റെ സന്നിജ അങ്ങ് നമ്മുടെ ആ സ്ഥലത്തൊക്കെ ആൾക്കാർ തുണിയെടുക്കുകയും എഴുതുകയും നല്ല വീട്ടിൽ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ ഹൂസ്റ്റണിൽ അന്ന് തുണി കൊടുക്കുന്നതിന് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഈ രാജ്യം അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ പിന്നിലെ രഹസ്യം, ദൈവത്തെ അറിയുവാൻ ഒരു കൂട്ടം ആൾക്കാർ വന്നു. അവർ ദൈവത്തെ ആരാധിച്ചു, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ സ്നേഹിച്ചു. സ്വർഗത്തിലെ ദൈവം ഈ രാജ്യത്തെ വലുതാക്കി. എല്ലാവരും പറയുന്ന പോലൊരു പദം ഞാൻ പറയട്ടെ. ആ ദൈവത്തിൽ നിന്ന് ഈ രാജ്യം മാറിയാൽ പഴയതുപോലെ ഇത് അകത്തടിച്ചു പോകും. ഏത് വ്യക്തി ദൈവത്തോടു കൂടി നിൽക്കുമോ, ഏത് കുടുംബം ദൈവത്തോടു കൂടി നിൽക്കുമോ, ഏത് രാജ്യം ദൈവത്തോടു കൂടി നിൽക്കുമോ, അത് 1ാം സ്ഥാനത്തായിരിക്കും. ഏത് വ്യക്തി ദൈവത്തിൽ നകരുമോ അത് 0 മാറിക്കൊണ്ടിരിക്കും. ഇത് വ്യക്തിയോടുള്ള ബന്ധത്തിലും സത്യമാണ്, കുടുംബത്തോടുള്ള ബന്ധത്തിലും സത്യമാണ്, രാജ്യത്തോടുള്ള ബന്ധത്തിലും സത്യമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ഈ താൽക്കാലികമായ, സമകാലികമായ, അല്ലെങ്കിൽ നൈമിഷികമായ, മരീതിക്ക് സമമായ കാര്യങ്ങൾ കണ്ട് ഇത് വലുതാണെന്നും
ചിന്തിക്കരുത്, ഇതിനേക്കാൾ വലുതായ കാര്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. ഒക്കെ ബൈബിളിലെ ചിന്തകളായിരുന്നു. അപ്പോൾ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഉയർപ്പിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലോണിംഗ് എന്ന് പറയുന്ന ചിന്ത ഇന്നത്തെ ഒരു ആശയമായി കരുതരുത്. 12,000 വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ അത് വ്യക്തമായി എഴുതിയൊരു കാര്യം. ഒരു ശാസ്ത്രീയ നിഗമനത്തിലൂടെ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ കണ്ണിലൂടെ അത് കൊണ്ടുവരുവാൻ ഇന്നത്തെ ആൾക്കാർ പരിശ്രമിക്കുന്നു എന്ന് മാത്രം. ഇനി അത് നടന്നാലും നടന്നില്ലെങ്കിലും, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു ഒരു പുനരുത്ഥാനം നമുക്കുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, എപ്പിക്യൂരിയൻസിനെ പോലെ മരണത്തിനപ്പുറം ഒരു ജീവിതമില്ലെങ്കിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്തിനാണ് ആത്മീയത? എന്തിനാണ് ഭക്തി? എന്തിനാണ് പ്രാർത്ഥന? എന്തിനാണ് ധാർമ്മികത? അതുകൊണ്ട് എന്ത് ഗുണം? പക്ഷെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, മൂടാ, നീ വിതയ്ക്കുന്നതല്ല മുളച്ചു വരുന്നത്, അതുപോലെ ഈ ശരീരമല്ല ഉയർക്കാൻ പോകുന്നത്. എന്താണ് പൗലോസ് പറയുന്നത്? ഈ ശരീരം എങ്ങനെയുള്ള ശരീരമാണ്? ദ്രവത്വമുള്ള ശരീരമാണ്. ഈ ശരീരം ബലഹീനമുള്ള ശരീരമാണ്. ഈ ശരീരം പ്രാകൃതമാണ്. ഈ ശരീരം മണ്ണുകൊണ്ടുള്ള ശരീരമാണ്. എന്നാൽ തേജസ്സുള്ള ശരീരം, സ്വർഗീയമായ ശരീരം, വിൺമയമായ ശരീരം നമുക്ക് നൽകുവാൻ നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ശരീരം വേദനയുള്ള ശരീരമാണ്, മൺമയമായ ശരീരമാണ്. ഇവിടുത്തെ ശവടൊക്കെ വളരെ നല്ലതാണ്. ശരീരത്തിന് വലിയ നടുവേദനയും ഒന്നുമില്ലാതെ സുഖമായിട്ട് കേട്ടോ. ഈ അടക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദേവദാസം പറഞ്ഞതുപോലെ മരിക്കുകയാണെങ്കിൽ ഇവിടെ മരിക്കണം. നാട്ടിലൊക്കെ പെട്ടി കിടന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ വേദന ഉണ്ട്. നമുക്ക് എഴുന്നേറ്റ് പറയാൻ നമുക്ക് വേദന എടുക്കുന്നു. ഇവിടുത്തെ പെട്ടിയാണെങ്കിൽ നല്ല സുഖമായ പെട്ടി, അത് കാണാൻ തന്നെ ഒരു രസമല്ലേ. നമുക്ക് കാണാൻ ഭാഗ്യമില്ലതാണ്, മറ്റുള്ളവർക്ക് വേണം. വേർക്കൊന്നും വേണ്ട, ആരും പിന്നെ തൂവാൽ കൊണ്ടൊന്നും തൂക്കണ്ട, സുഖമായ ഉറക്കം, നല്ല പൂവൊക്കെ വെച്ച് ഇല്ലേ. ഇവിടെ പെട്ടി കണ്ടാവുന്ന കയറി കിടക്കാൻ പോലും തോന്നിപ്പോയില്ലേ. പക്ഷേ അതെല്ലാം ബിസിനസ്സുകാരുടെ പരിപാടിയല്ലേ പ്രിയപ്പെട്ടവർ. ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയുള്ള അമേരിക്കൻ ബ്രെയിൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെല്ലാം തരും. ജീവിച്ചിരിക്കുമ്പോൾ ഇവൻ അതുപോലെ കിടക്കാൻ നോക്കുന്നുണ്ടോ? അന്നേരമല്ലേ കിടക്കണ്ട. ഇവിടെ നല്ല വീടുണ്ട്, ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായി. ആശുപത്രിയിലാണ് കിടപ്പ്, കാരണം ഈ വീടിന്റെ കടം കിട്ടില്ല. ഇതിന്റെ വീടിന്റെ കടമെല്ലാം വീട്ടിൽ. ഇനി വീട്ടിൽ വന്ന് കിടക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഡോക്ടർ പറയും, കട്ടിലേക്ക് കിടക്കരുത്, തലയണ വെക്കരുത്, പാലകപ്പുറത്ത് നേരെ കിടന്നു. പിന്നെ ആ പാടൊരു സുഖം പറഞ്ഞ ഈ ചാർപ്പെട്ടിയുള്ള കിടക്കുള്ളൂ. പക്ഷെ ഇതല്ല ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷ, പ്രത്യാശ. നമ്മുടെ ഈ മൺമയമായ ശരീരമല്ല, നമുക്കൊരു വിൺമയമായ ശരീരം ലഭിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്തെല്ലാം അസുഖങ്ങളാണ് നമുക്കുള്ളത് അല്ലേ? ഇന്ന് രോഗമുള്ള ശരീരമാണ് നമ്മുടെ ശരീരം. കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങള്, ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ഡയബറ്റിക്സിന്റെ പ്രശ്നങ്ങള്, എന്തെല്ലാം അസുഖങ്ങളാണ്. ആശുപത്രി കൂടുന്നതനുസരിച്ച് രോഗം കൂടിക്കൊണ്ടിരിക്കണം. ആശുപത്രി മരിക്കാതിരിക്കണമെങ്കിൽ രോഗികൾ വർദ്ധിച്ചിരിക്കണം. എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു ശരീരം കർത്താവ് നമുക്ക് നൽകുവാനായി പോകുന്നു. സ്വന്തം ചെയ്താട്ടെ. ഇവിടുത്തെ മെഡിക്കൽ സയൻസിന് സാധിക്കുകയില്ല. എന്താണ് ഇവിടുത്തെ എല്ലാ മെഡിക്കൽ സയൻസിന്റെയും പരിശ്രമം? ഒരു മനുഷ്യനെ ആരോഗ്യവാനാക്കുക. എന്താണ് പ്ലാസ്റ്റിക് സർജറിയുടെ എല്ലാം ഉദ്ദേശം? നല്ല കുട്ടപ്പന്മാരാക്കുക. പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യം പറയുമ്പോഴേ നമ്മുടെ ഒരു അമ്മാമ്മയുടെ കാര്യം പറയുന്നത് നമുക്ക്. അമ്മാമ്മ സൊസൈറ്റി ലേഡിയാണ്, പക്ഷെ അച്ഛൻ നല്ല ഹിറ്റ്ലറിനെ പോലെ ഇങ്ങനെ വലിയ ഗൗരവക്കാരൻ. അമ്മാമ്മയ്ക്ക് ഒരു കല്യാണത്തിന് ഇദ്ദേഹത്തെ കൊണ്ടുപോകാനൊക്കെയാണ്. പുള്ളി ഇങ്ങനെ വലിയ ഗൗരവക്കാരൻ. അമ്മാമ്മയ്ക്ക് ചില വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളിയെ ആശുപത്രി കൊണ്ടുപോയി ചെറിയ പ്ലാസ്റ്റിക് സർജറി നടത്തി.